ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളാണെങ്കിൽ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു ഹൈക്കിംഗ് ട്രിപ്പിന് പോവാണ്. അപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന മെയിൻ ഏരിയ എന്ന് പറയുന്നത് ബ്ലൂ മൗണ്ടനും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കട്ടൂംബ ഫോൾസ്, കട്ടൂംബ കസ്കേഡ്സ്, എക്കോ പോയിന്റ്, അവിടെ എല്ലാം നമ്മൾ കവർ ചെയ്യും. ഇനിയും സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വീഡിയോയിൽ വരുമ്പോൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനും ഞാനും കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് മെല്ലെ അങ്ങ് നടക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നടന്ന് അങ്ങ് ചെന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കേബിൾ കാർ റൈഡ് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ കാർ റൈഡിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു നല്ല വ്യൂ തന്നെയാണ് കിട്ടുന്നത്. ആ കാർ റൈഡിൻ്റെ അവിടെ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ടൂംബ ഫോൾസ് കാണാൻ സാധിക്കും. ഇത് ആ കട്ടൂംബ ഫോൾസിൻ്റെ അവിടുത്തെ ലുക്കൗട്ടിൽ നിന്നെടുത്ത ഒരു വ്യൂ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കേട്ടോ. ഈ പിക്ചറിൽ കാണുന്നതാണ് കട്ടൂംബ ഫോൾസ്. ഈ കട്ടൂംബ ഫോൾസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ആയിട്ടുള്ള വാട്ടർഫോൾസ് ആണ് ബ്ലൂ മൗണ്ടനിലെ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇതൊരു മൾട്ടി ടയേർഡ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു വേറെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതൊരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. അത് കഴിയുമ്പോൾ നമുക്കിത് റിവേഴ്സ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് അതിൻ്റെ പല ഇമേജസ് ആട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഈ കട്ടൂംബ ഫോൾസിൻ്റെ മെയിൻ ഉറവിടം എന്ന് പറയുന്നത് കട്ടൂംബ കസ്കേഡ്സ് എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾ സ്ഥലം കാണാൻ സാധിക്കും. അപ്പം അങ്ങോട്ട് നമുക്ക് നടന്ന് ചെല്ലണം എന്നുണ്ടെങ്കിൽ കുറേ വാക്കിംഗ് ട്രയൽസ് ഒക്കെ വാക്കിംഗ് ട്രാക്ക് ഒക്കെ പാസ് ചെയ്ത് എന്താ നമ്മൾ പറയുന്നത്, ഇപ്പോൾ മലയും കല്ലും മണ്ണും കാടും ഒക്കെ താണ്ടി ഈ ഒരു യാത്ര പോകുമെന്ന് പറയത്തില്ലേ, അതുപോലെ നമ്മൾ യാത്ര ചെയ്താലേ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്തുള്ളൂ. ഇത് ആ ലുക്കൗട്ടിന്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആട്ടോ. ഇനി നമുക്ക് കുറേ നടന്നാണ് നമ്മുടെ കട്ടൂംബ കസ്കേഡ്സിലേക്ക് എത്തേണ്ടത്. ഈ കട്ടൂംബ കസ്കേഡ്സ് എന്ന് ഞാൻ പറയുമ്പോൾ അതെന്ന് പറയുന്ന ഒരു ഒറ്റയടിക്കുള്ള വെള്ളച്ചാട്ടമല്ല. അവിടെ നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കട്ടൂംബ കസ്കേഡ്സ്. ശരിക്കും ഇത് നമ്മൾ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഓക്കെ വെള്ളച്ചാട്ടം, പക്ഷെ നമ്മൾ പിക്ചറിൽ ക്യാപ്ചർ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് അവർ ഉണ്ടാക്കിയതാണോ. കാരണം ആ സ്ട്രീംസ് ഓഫ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്, അതിൻ്റെ ആ സ്പ്ലാഷിങ് സൗണ്ട്സ്, പിന്നെ ആ സ്ട്രീംസ് ഓഫ് വാട്ടറിൻ്റെ ആ വൈറ്റ് കളർ നമ്മൾ ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതായിരിക്കും. പക്ഷെ അത് ആർട്ടിഫിഷ്യൽ അല്ല, റിയൽ ആട്ടോ. ഈ കസ്കേഡിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് നമുക്ക് യുക്കാലിപ്റ്റസ് ഫോറസ്റ്റും പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ ഫേൺ ചെടികളും ഒക്കെ കാണാൻ സാധിക്കും. ശരിക്കും ഇത് ഫോട്ടോജനിക്കും പിന്നെ അതുപോലെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. നമുക്കൊരു പിക്നിക്കോ ഒരു റിലാക്സേഷനൊക്കെ വേണ്ടി ഒന്ന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. ഇതെൻ്റെ ഫസ്റ്റ് ഹൈക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഹൈക്കിങ്ങിന് പോകുന്ന എല്ലാവർക്കും ഒരു ടിപ്പ്, നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഹൈക്കിംഗ് ട്രിപ്പിന് എടുക്കരുത്. അത് ക്യാരി ചെയ്യേണ്ടത് നമ്മൾ തന്നെയായിരിക്കും. ഇതെന്ന് പറയുന്നത് നമുക്ക് ആ കസ്കേഡിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ റിവർ ക്രോസ് ചെയ്യണം. അതാണ് കെടുംബ റിവർ. അപ്പോൾ ആ റിവറിൻ്റെ ഒരു വ്യൂ ആണിത്. ഇതെനിക്ക് ക്യാപ്ചർ ചെയ്ത് തന്ന എൻ്റെ ഫ്രണ്ട് ആട്ടോ. ശരിക്കും നമ്മൾ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഷൂസ് ഊരി കൈ പിടിച്ച് ഈ അരുവി ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇത് അതിൻ്റെ മുകളിലൂടെയുള്ള ഒരു ബ്രിഡ്ജ്, ആ കെടുംബ റിവറിന് മുകളിലൂടെ ഉള്ള ഒരു ബ്രിഡ്ജാണിത്. പക്ഷെ ബ്രിഡ്ജിലൂടെ അല്ല നമ്മൾ നടക്കുന്നത്, അതിൻ്റെ താഴത്തൂടെയുള്ള വഴിയിലൂടെയാണ്, ആ സ്ട്രീം ഓഫ് റിവറിലൂടെയാണ് നമ്മൾ വാക്ക് ചെയ്ത് കസ്കേഡിലേക്ക് എത്തുന്നത്. ഇതല്ലാതെ അവിടെ വാക്കിംഗ് ട്രയൽസ് ഒക്കെ ഉണ്ട്, അതാണിത്. ഇനി നമ്മൾ പോകുന്നത് ഫെഡറൽ പാസ് വാക്കിംഗ് ട്രാക്കിലേക്ക് കയറുവാണ്. ഇതാണ് ആ ട്രാക്ക്. ഇവിടെ നിന്ന് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു എക്കോ പോയിന്റ് ലുക്ക് ഔട്ട് കാണാൻ സാധിക്കും.
ഇതാണ് ഞാൻ പറഞ്ഞ എക്കോ പോയിന്റ് ലുക്കൗട്ട്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആട്ടോ. ഇതാണ് നമ്മുടെ 3 സിസ്റ്റേഴ്സ് വാക്ക്. ഇവിടെ നിന്ന് നമ്മൾ ഒരു ഹണിമൂൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാൻ സാധിക്കും. ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു നാരോ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അത് നമ്മുടെ എക്കോ പോയിന്റ് ലുക്കൗട്ടിനെയും അതുപോലെ തന്നെ നമ്മുടെ 3 സിസ്റ്ററിൻ്റെ ഒരു ഫോർമേഷൻ ഉണ്ട്, അതിനെയും കൂടെ കണക്ട് ചെയ്യുന്നതാണ്. ഇതാണ് ആ ബ്രിഡ്ജ്. ഇതാണ് നമ്മുടെ പ്രിൻസ് ഹെൻറി ക്ലിഫ് വേ വാക്ക് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മളാണെങ്കിൽ ഒരു ജെയിൻ സ്റ്റെയർവേയുടെ എൻട്രൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഞാൻ അവിടെ കൊടുത്തേക്കാം. ഇതാണ് ആ പറഞ്ഞ ജെയിൻ സ്റ്റെയർവേ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു കേബിൾ കാർ റൈഡ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മുടെ ജെയിൻ സ്റ്റെയർവേ എൻട്രൻസിന്റെ ഭാഗമാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ബ്ലൂ മൗണ്ടൻ ആ പേര് വന്നതെന്ന്? നമുക്ക് പറയുവാണെങ്കിൽ അവിടെ കൂടുതൽ യുക്കാലിപ്റ്റസ് ട്രീസ് ആണുള്ളത്. ഈ യുക്കാലിപ്റ്റസ് ട്രീസ് അതിൻ്റെ ഓയിൽ ചെറിയ ടൈനി ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നമ്മുടെ എയറിലേക്ക് വിടും. അപ്പോൾ ഈ സൺലൈറ്റ് ആണെങ്കിൽ ഈ ഫൈൻ മിസ്റ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് ഷോർട്ട് വേവ് ലൈറ്റ് റേസ് സ്കാറ്റർ ചെയ്ത് ബ്ലൂ ലൈറ്റായിട്ട് നമുക്ക് കാണിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ വാലി അതുപോലെ ക്ലിഫിൻ്റെ മുകളിൽ ഒരു ബ്ലൂയിഷ് ഹെയ്സ് പോലെ നമുക്ക് ഒരു ദൂരത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഇതിന് ബ്ലൂ മൗണ്ടൻ എന്ന് പേര് വന്നത്. അതുമാത്രമല്ല, ഈ ഓസ്ട്രേലിയയിലെ ചില പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതിനാണ് അബോറിജിനൽ പീപ്പിൾ എന്ന് പറയുന്നത്, അവർക്ക് ഈ ബ്ലൂ മൗണ്ടൻ എന്ന് പറയുന്ന ഒരു സേക്രഡ് പ്ലേസ് ആയിട്ടാണ് അവർ കാണുന്നത്. ഇതുപോലെ തന്നെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കഥ നമ്മുടെ ഈ 3 സിസ്റ്റർ റോക്ക് ഫോർമേഷനും പറയാനുണ്ട്. ശരിക്കും എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കട്ടൂമ്പ ട്രൈബിലെ 3 സിസ്റ്റേഴ്സ് ആയിരുന്നു മേഹിനി, വിമല, ഗുണീഡോ എന്ന് പറയുന്നത്. ഈ കഥ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ പർട്ടിക്കുലർ ഓസ്ട്രേലിയൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു അബോറിജിനൽ എന്ന് പറയുന്നത്, അവരുടെ ഈ പിള്ളേരെയൊക്കെ രാത്രി കിടത്തി ഉറക്കാൻ നേരത്ത് പറഞ്ഞു കൊടുക്കുന്ന കഥ ഒരു ഡ്രീം ടൈം ലെജൻഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഈ കഥേനെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കട്ടൂമ്പ ട്രൈബിലുള്ള ഈ 3 സിസ്റ്റേഴ്സ് നെയ്ബറിംഗ് ട്രൈബിലെ 3 ബ്രദേഴ്സുമായിട്ട് ഫെൽ ഇൻ ലവ്. പക്ഷെ ഇവരുടെ ഈ ട്രൈബൽ ലോ ഈ മാരേജിന് അനുവദിച്ചു കൊടുത്തിരുന്നില്ല. അപ്പോൾ ഈ ബ്രദേഴ്സ് എന്ത് വിചാരിച്ചു, നമുക്ക് സിസ്റ്റേഴ്സിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് വരാമെന്ന് ഓർത്തു. അങ്ങനെ ഒരു ട്രൈബൽ ബാറ്റിൽ തന്നെ അവിടെ സ്റ്റാർട്ടായി. ശരിക്കും ഈ 3 സിസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ ട്രൈബൽ ഗ്രൂപ്പിലെ ഒരു എൽഡർ ഒരു മാജിക് ബോൺ ഉപയോഗിച്ച് ഈ സിസ്റ്റേഴ്സിനെ സ്റ്റോൺ ഫോർമേഷനിലേക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ആ ബാറ്റിൽ ആ എൽഡർ മരണപ്പെടുകയും ഈ സിസ്റ്റേഴ്സിന് തിരിച്ച് ഹ്യൂമൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യുന്നു. അപ്പോൾ പറയുവാണെങ്കിൽ ഈ എക്കോ പോയിന്റിൽ ഈ 3 സിസ്റ്റേഴ്സ് പറയുന്ന 3 റോക്ക് ഫോർമേഷൻസ് ശരിക്കും നമ്മുടെ ലവ്, ഫാമിലി ആൻഡ് അബോറിജിനൽ ഹെറിറ്റേജിനെയാണ് സൂചിപ്പിക്കുന്നത്. നടന്ന് വലിയൊരു ഫോറസ്റ്റിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കാട്ടിലൂടെ നമ്മളൊരു 6 കിലോമീറ്റർ അപ്പുറം നടക്കുമ്പോൾ നമുക്കൊരു ഗ്രാൻഡ് കനോൺ ലൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്താൻ പറ്റും. അതൊന്ന് ഇപ്പോൾ ഈ വാക്ക് ചെയ്യുന്ന 6 കിലോമീറ്റർ എന്ന് പറയുന്നത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുഷ് വാക്സ് ആണ് ഓസ്ട്രേലിയയിലെ തന്നെ. ശരിക്കും ഒരു വലിയ കാടെന്ന് പറയാം. എല്ലാ സംഭവമുണ്ട്. നമ്മുടെ കല്ലുണ്ട്, മണ്ണുണ്ട്, അതുപോലെ അരുവികളുണ്ട്, ഗുഹകളുണ്ട്, വലിയ വലിയ മരങ്ങളുണ്ട്. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ കണ്ടോ? കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇതൊക്കെ.
അപ്പോൾ ഇത്രയും ഡീപ്പായിട്ടുള്ള നല്ല ഗ്രോസ് ആയിട്ടുള്ള ഒരു വാലിയുടെ വ്യൂസ് കാണാൻ കഴിയുന്ന ഒരു പ്രശസ്ത ലുക്കൗട്ടാണ് ഈ ഇവാൻസ് ലുക്കൗട്ട് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ നിൽക്കുവാണെങ്കിൽ നമുക്ക് സൺറൈസും സൺസെറ്റും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ നേച്ചർ ഫ്രണ്ട്ലി രീതിയിൽ കാണാൻ സാധിക്കും. ഇവിടെ തന്നെ നമുക്ക് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള റോക്ക് ഫോർമേഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ സാൻഡ്സ്റ്റോൺ ഓവർ ഹാങ്സ് എന്നാണ് പറയുന്നത്. അത് നോക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റോൺ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കത് തരുന്നത്. അപ്പോൾ ഈ വാക്കിംഗ് ട്രയൽ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. ഇവിടെ പറയപ്പെടുന്നത് ഡിനോസറിൻ്റെ കാലം തൊട്ടുള്ള പ്ലാന്റ്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പുറം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല, കാരണം അത് എക്സ്റ്റെൻഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ വുളമി പൈൻ എന്ന് പറയുന്ന ഒരു ട്രീ, അതിന് ഡിനോസർ ട്രീ എന്നാണ് പറയുന്നത്. 2 മില്യൺ വർഷങ്ങൾക്ക് ഏറെയായി അത് എക്സ്റ്റെൻഡ് ആയി പോയിട്ട്, പക്ഷേ 1994 അത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർ റീഡിസ്കവർ ചെയ്തു. അതുപോലെ ഒത്തിരി രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്ലേസ് ആണ് ഇതെന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ മനസ്സറിഞ്ഞ് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളിലൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ നമ്മൾ കുറച്ച് നടന്ന് ചെല്ലുമ്പോൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പിക്നിക് സ്പോട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ചെറിയ വാട്ടർഫോൾസ്, ഒരു ചെറിയ ഗുഹ, അതുപോലെ തന്നെ കുറേ ഫേൺസ് ചെടികളും കാണാൻ സാധിക്കും. ശരിക്കും അതിനെ നമ്മൾ പറയുന്ന ലയർബേർഡ് ഡെൽ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ഒരു വാക്കിംഗ് ട്രാക്കാണ്. അത് എല്ലാവരും സ്പോട്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അതൊരു ഇടവഴിയിലൂടെ കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷെ ഒരു കുഞ്ഞു വഴി, ആ കുഞ്ഞു വഴിയിലൂടെ നമ്മൾ കയറി ചെല്ലുന്ന കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയ ഗുഹയുടെ അവിടെ നിന്ന് ഒരു വാട്ടർഫോൾ പോലെ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ലയർബേർഡ് ഡെൽ എന്ന് പറയുന്നത്. ഇത് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുമോയെന്ന് അറിയത്തില്ല. ഇതാണ് നമ്മുടെ ഡിനോസർ വാലി. ഇതെന്തിനാണ് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് എന്ന് വെച്ചാൽ ഏജ് ഓഫ് ഡിനോസറിൻ്റെ ടൈം തൊട്ടുള്ള എല്ലാ പ്ലാന്റ്സും ആനിമൽസും ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നതാണെന്ന് കാണിക്കാനും ഇപ്പോഴും സ്റ്റിൽ ചില പ്ലാന്റ്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാലം തൊട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഇതൊരു ഐറ്റമായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിച്ചസ് ലീപ്പ് ലുക്കൗട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ. ഇനി നമ്മൾ പോകുന്നത് ജനോളൻ കേവ്സിൻ്റെ ഹൗസിലേക്കാണ്. അതിനെ കേവ് ഹൗസ് എന്നാണ് പറയുന്നത്. ഇത് അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ കേവ് ഹൗസിൻ്റെ അകം ഭാഗം. അവിടെ നമുക്ക് ബ്ലൂ വാട്ടറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേവ് ഫോർമേഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ എന്തോ പണി ഒക്കെ നടക്കുന്നതുകൊണ്ട് അടച്ചിട്ടേക്കും കേട്ടോ. ഇപ്പം അങ്ങോട്ട് എൻട്രി ഒന്നും അലോ അല്ല.
ഈ കേവ് ഹൗസിനെ സറൗണ്ട് ചെയ്ത് കുറേ ബ്യൂട്ടിഫുൾ ലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഈ ഹൈക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ഫോളോ ചെയ്യണം. താങ്ക്